ഹായ് കൂട്ടുകാരെ, നാടൻ മാങ്ങ വെച്ച് കൊതിയൂറുന്ന മണമുള്ള ഒരു മഞ്ഞ ജ്യൂസ് പരിചയപ്പെടുത്താം. വേനൽ മഴ കഴിയുമ്പോൾ നാടൻ മാങ്ങ മരത്തിൻ്റെ താഴെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കിടക്കും. നാടൻ മാങ്ങ, നല്ല മണമുള്ള മാങ്ങയാണിത്. ഇതിൻ്റെ ചെറുതാണ് നമ്മൾ കടുമാങ്ങയ്ക്കായി ഉപയോഗിക്കുന്നത്. ഇത് കത്തി കൊണ്ട് ചെത്തിയാൽ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തോല് നല്ല പോലെ പഴുത്ത ശേഷം ഉരിച്ചെടുത്തിരിക്കുകയാണ് ഞാൻ. ഇനി ഇത് എൻ്റെ മിക്സിയുടെ വലിയ ജാറിലാണ് ഇട്ട് അരച്ചെടുക്കാൻ പോകുന്നത്. എന്തായാലും ഈ മാങ്ങാണ്ടി അരയില്ല, തെറിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഐഡിയ ഉണ്ട്. ഇത് മൊത്തം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് ഓഫ് ചെയ്യണം. ഓണാക്കുന്നു, ഓഫ് ചെയ്യുന്നു, ഓണാക്കുന്നു, ഓഫ് ചെയ്യുന്നു. അങ്ങനെ വേണം ഇത് അടിച്ചെടുക്കാൻ. മുറുക്ക പിടിക്കുകയും വേണം മിക്സിയുടെ അടപ്പിൽ. ഇനി അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ചെറു ചുടുവെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വെച്ച ശേഷം കൈ കൊണ്ട് ഞെരടി പിഴിഞ്ഞെടുത്താലും മതിയാകും. അപ്പം ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. മാങ്ങാണ്ടി ഞാനൊന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ, അരച്ചിട്ടില്ല. ഇനി ഇതിങ്ങനെ കൈ വെച്ച് ഞെരടി പിഴിഞ്ഞെടുക്കുകയാണ്. മൊത്തം മാങ്ങാണ്ടിയും ഇതിൽ നിന്നും മാറ്റും. അതിനുശേഷം ഇളം ചുടുവെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് ഞെരടിപ്പിഴിയും. അപ്പം ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല മണമാണ് മൂക്കിലേക്ക് അടിച്ച് കയറുന്നത്. ഇപ്പോൾ അതിലേക്ക് ഞാൻ ഇളം ചുടുവെള്ളം ഒഴിച്ച് ബാക്കിയുള്ള സത്ത് കൂടി പിഴിഞ്ഞെടുക്കുകയാണ്. മൊത്തം പിഴിഞ്ഞെടുത്തു. ദാ മാങ്ങാണ്ടിയിൽ ഇപ്പോൾ ഒന്നുമില്ല. അത് ഞാൻ തൊടിയിലേക്ക് വലിച്ചെറിയും, അത് മുളച്ചുകൊള്ളും. ഇപ്പോൾ വീണ്ടും ഞാൻ ആ ചാറ് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു 1/4 കപ്പോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയിൽ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പം ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടി. ഇനി ഇതിലേക്ക് ആ പിഴിഞ്ഞു വെച്ച വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ഒരു രുചിയായി വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടി അടിച്ചെടുത്തു. ഏലക്കായ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഐസ് കട്ട കൂടി ചേർക്കാം. ഞാൻ അതും ചേർത്തിട്ടില്ല. എനിക്ക് ഇങ്ങനെ വെറുതെ കുടിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എനിക്കൊരു 4 ഗ്ലാസ് അളവിൽ കിട്ടിയിട്ടുണ്ട്. നല്ലതാണ് വേനൽക്കാലത്ത് ഇത് കുടിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വയറ് ശുദ്ധിയാകാനും ഉത്തമമായ ഒരു പാനീയമാണ്.